ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എന്നാ പറയുക തമിഴ്നാട് സ്റ്റൈൽ മീൻകറിയാണ്. തേങ്ങ അരച്ച മീൻകറി. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ചട്ടി വെച്ചിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ കുറച്ചിട്ടു. അതിനുശേഷം ഇത്തിരി വെളുത്തുള്ളിയും ഇത്തിരി സവോള, എൻ്റെ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവോള കുറച്ച് കട്ട് ചെയ്ത് അതും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് വഴട്ടുവാണ്. അതൊന്ന് വഴണ്ട് കഴിയുമ്പോഴാണ് ബാക്കി ചേർക്കേണ്ടത്. ഇതായിട്ട് ഈ വെളുത്തുള്ളിയും സവോളയും ഒക്കെ ഒന്ന് വഴന്ന് കഴിയുമ്പോഴത്തേന് തക്കാളി 2 വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളതിന് വേണ്ടിയിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. തക്കാളി നല്ല ചെറുതായിട്ട് വേണം അരിയാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ അരിഞ്ഞപ്പോൾ ഇത്തിരി വലിപ്പം കൂടിപ്പോയി, അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പം ഇതായിട്ടെന്ന് പറയുന്നത് മീൻകറിക്ക് ചേർക്കാൻ വേണ്ടി ഉള്ള കുറച്ച് തേങ്ങയും കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് സവോളയ്ക്ക് പകരം ചെറുള്ളി ചേർക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ അതില്ലാഞ്ഞതുകൊണ്ട് ഞാൻ സവോളയാണ് ചേർത്തേക്കുന്നത്. അതും കൂടെ നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർന്നിട്ടുള്ള തമിഴ്നാട് സ്പെഷ്യൽ മല്ലിപ്പൊടിയാണ്. അതും കൂടി അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി നല്ല രീതിയിൽ വേകണം. അതിനകത്ത് കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. തക്കാളി നന്നായി വഴന്ന് കഴിഞ്ഞപ്പോൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അടച്ചു വെച്ച് വേവിക്കണം. ഒപ്പം നമ്മൾ ഇന്ന് ഉപയോഗിച്ചേക്കുന്നത് വാളംപുളിയാണ്. വാളംപുളി അതും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുവാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തു. അപ്പോൾ ഇന്ന് തമിഴ്നാട് സ്പെഷ്യൽ തേങ്ങ അരച്ച മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് വെള്ളച്ചൂരയാണ്. നമ്മൾ ഈ അരപ്പൊന്ന് തിളച്ച് കഴിയുമ്പോൾ അതിനകത്തെ എരിയും പുളിയും ഉപ്പും ഒക്കെ ഒന്നുകൂടെ ഒന്ന് നോക്കണം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മീൻ ചെറുതായിട്ടിട്ട് കൊടുക്കാം. നമ്മൾ റെഡിയാക്കിയ മീനെല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് നികത്തി വെച്ചിട്ടുണ്ട്. മീൻ അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 15 മിനിറ്റോളം ഒന്ന് തിളച്ച് പറ്റി കഴിയുമ്പോൾ മാറ്റി വെക്കാവുന്നതാണ്. നമ്മുടെ തേങ്ങ അരച്ച മീൻകറി റെഡി ആയിട്ടുണ്ട്. തമിഴ്നാട് സ്പെഷ്യൽ മീൻകറിയാണ്. ഭയങ്കര ടേസ്റ്റിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മുടെ ഇന്നത്തെ തമിഴ്നാട് സ്പെഷ്യൽ മീൻകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.